ഒരിക്കലും അല്ല. നമ്മുടെ ലൈഫിലെ മിക്ക പ്രശ്നങ്ങളും അത് എനിക്ക് തോന്നുന്നു നമ്മൾ ഓവർ എക്സ്പെക്റ്റ് ചെയ്തിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യങ്ങളാണ്. ലൈക്ക് 80% പ്രശ്നങ്ങൾ നമ്മൾ എക്സ്പെക്റ്റേഷൻ കുറച്ചിട്ട് അക്സെപ്റ്റൻസ് കുറച്ചും കൂടെ ഒന്ന് കൂട്ടി അങ്ങനെ ഒരു ക്യാരക്ടർ ആക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ. ഇപ്പം നമുക്ക് ചുറ്റും നമ്മൾ ഫ്രണ്ട്സ് എന്ന് കരുതുന്നവർ, റിലേറ്റീവ്സ് എന്ന് കരുതുന്നവരൊക്കെ ഇപ്പം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നൊന്നുമില്ല. ലൈക്ക് സം ഓർ ദ അതർ മൊമെൻറ്റ്. ഇപ്പം നമ്മൾ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു മഴ നനയുമ്പോഴത്തേന് ആ മഴയത്ത് അവർ കൂടെ നനയണമെന്നില്ല. അവർക്ക് ഡ്രൈ ആയിട്ട് നിൽക്കാനൊരു ഓപ്ഷൻ ഉണ്ട്, ഒരു റൂഫ് ഉണ്ട്, ഒരു അംബ്രല്ല ഉണ്ടെങ്കിൽ അവരങ്ങനെ നിൽക്കും. പിന്നെ എക്സ്ട്രാ കുറച്ച് കൺസിഡറേഷൻ കൊടുക്കേണ്ട ടൈപ്പ് ഓഫ് ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഡ്രൈ ആയിട്ട് നിൽക്കാൻ ഓപ്ഷൻ ഉള്ളപ്പോഴും നമ്മുടെ കൂടെ വന്ന് ഇറങ്ങി നിന്ന് ആ മഴ നനയാൻ കാണിക്കുന്ന മനസ്സുള്ള മനുഷ്യർ, അവരെയാണ് നമ്മൾ കുറച്ചും കൂടെ ഓക്കെ ഒരു ഇച്ചിരി എക്സ്പെക്റ്റേഷനൊക്കെ നമുക്ക് വെക്കാം. പക്ഷെ ഒട്ടും എഫേർട്ട് ഇടാത്ത ആൾക്കാരാണ്, അങ്ങനെ ഒരു ക്യാരക്ടറുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ പുറകെ നടന്ന് ചോദിക്കുന്നതും നമുക്ക് ഹേർട്ട്ഫുള്ളാണ്, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതും ഹേർട്ട്ഫുള്ളാണ്. സോ ഇറ്റ് ഈസ് ബെറ്റർ അവരെങ്ങനെയാണോ അവരെ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുക. നമുക്ക് അവർ നമ്മുടെ ലൈഫിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുക. പിന്നെ ആ അക്സെപ്റ്റൻസ് ചെയ്യുമ്പോഴത്തേനും അവരുടെ ക്യാരക്ടർ എങ്ങനെയാണ് അതുപോലെ നമ്മൾ നിൽക്കാൻ നോക്കുക. നമ്മൾ ഓവറായിട്ട് ഒരു ഗീവർ ആവാനും നിൽക്കേണ്ട കാര്യമില്ല. എല്ലാം ബാലൻസ് ചെയ്തൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ ഓവർ എക്സ്പെക്റ്റേഷൻ സ്റ്റോപ്പ് ചെയ്ത് അക്സെപ്റ്റൻസ് സ്റ്റാർട്ട് ചെയ്യുക. ദാറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ്.